ടൈപ്പ് നമ്പർ 4 രണ്ടാമത്തെ ചോദ്യം. ടൈപ്പ് നമ്പർ 4 ഒന്നാമത്തെ ചോദ്യം ചെയ്ത അതേ മാതൃകയിൽ ചോദ്യത്തിന് യാതൊരു വ്യത്യാസവുമില്ല. 8, 11, 14 എന്ന സമാന്തര ശ്രേണിയിലെ 11ാമത്തെ പദം എത്ര? ഒരു സമാന്തര ശ്രേണിയിലെ ഒന്നാം പദവും രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ പൊതുവ്യത്യാസം എന്ന് വിളിക്കും. അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 11ൽ നിന്ന് 8 കുറച്ചാൽ മതി. രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേമിനെ കുറച്ചാൽ പൊതുവ്യത്യാസം കിട്ടും. 11ൽ നിന്ന് 8 കുറച്ചാൽ 3 കിട്ടും. നോക്കൂ, ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയപ്പോഴാണ് രണ്ടാമത്തെ ടേം കിട്ടിയത്. രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയപ്പോഴാണ് മൂന്നാമത്തെ ടേം കിട്ടിയത്. ഒന്നാമത്തെ ടേമിൽ നിന്നും മൂന്നാമത്തെ ടേമിലേക്ക് എത്താൻ 2 തവണ ഡി കൂട്ടണം. 2 തവണ ഡി കൂട്ടണം. അങ്ങനെയാണെങ്കിൽ 11ാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്യണം? 11ാമത്തെ പദം കിട്ടാൻ T11 സമം ഒന്നാമത്തെ ടേം പ്ലസ് 10 തവണ ഡി, 10 ഇൻറ്റു ഡി. അപ്പോൾ ഒന്നാമത്തെ ടേം എത്രയാ? 8 പ്ലസ് 10 ഇൻറ്റു ഡി. ഡി 3 ആണ്. 3 × 10 30. 30ഉം 8ഉം 38. നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 38 ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പദങ്ങൾ തന്നിട്ട് ഇനിയും പദങ്ങളുണ്ട് എന്ന് കാണിക്കാൻ ഡോട്ടിട്ട് കാണിച്ച് 11ാമത്തെ ടേം നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഫസ്റ്റ് ടേമിനെ എഴുതണം പ്ലസ് 10 തവണ ഡി കൂട്ടി വെക്കണം. 10 തവണ ഡി കൂട്ടണം എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു ഡി. മാത്സിൻ്റെ ഭാഷയിൽ എഴുതുമ്പോൾ T11 = A + 10 തവണ ഡി. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. അപ്പോൾ 3 × 10 30 ആണ്. 30 + 8 എന്ന് പറഞ്ഞാൽ 38 ആണ്. ഈ സമാന്തര ശ്രേണിയുടെ 11ാമത്തെ ടേം 38 ആണ്. For more classes, download PSCtalks.